ഹായ് ഫ്രണ്ട്സ്, എല്ലാവരുടെയും നാട്ടിൽ സുപരിചിതമായി കാണുന്നതല്ലേ പപ്പായ. പപ്പായ വെച്ചിട്ട് സ്വാദിഷ്ടമായ മെഴുക്കുവരട്ടിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാ തവണയും പറയുന്ന പോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ പപ്പായ എന്നും കപ്പളങ്ങ എന്നും പറയും. നിങ്ങളുടെ നാട്ടിലോ? ചിലയിടത്തൊക്കെ കറുമൂസ എന്നും ഓമക്കായി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഒരു പാകത്തിന് ഒരെണ്ണം എടുക്കുക. പച്ചപ്പോട് തന്നെയുള്ളത് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ തൊണ്ടെല്ലാം ചെത്തി അതിൻ്റെ ചെനയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കുക. അകത്തെ കുരുവെല്ലാം മാറ്റി ഏകദേശം ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തത് വെള്ളത്തിലിട്ട് വച്ചിരിക്കുകയാണ്. അതിൻ്റെ കറയും ചൊനയൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോട്ടെ. അങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നു. പിന്നെ ഒരു സവാള, ഒരു ചെറിയ വെളുത്തുള്ളി, 5-6 വറ്റൽമുളക്, കുറച്ചുപ്പ്, ഇനി ഒരു ലേശം മഞ്ഞൾപ്പൊടി. ഇത്ര ഐറ്റംസ് മാത്രം മതി കേട്ടോ നമുക്ക് സ്വാദിഷ്ടമായ മെഴുക്കുവരട്ടി റെഡിയാക്കാൻ. ആദ്യം നമുക്ക് വറ്റൽമുളക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് സവാളയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ആ ഉപ്പും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കറിവേപ്പില ഇട്ടു. ഇനി അതിലേക്ക് നമ്മൾ മിക്സിയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴച്ചാട്ടോ. നന്നായിട്ട് വഴറ്റണം. ഫ്ലെയിം കുറച്ച് വെക്കണം. ഈ ഉള്ളിയൊക്കെ ക്രഷ് ചെയ്തെടുത്തതായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ കരിഞ്ഞു പോകാനും അടുക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് നോക്കി നിന്ന് തന്നെ ഇളക്കി കൊടുത്തോട്ടോ. ഏകദേശം ഒരു പാകമായി കഴിയുമ്പം ആ പച്ചപ്പൊക്കെ മാറി നല്ലവണ്ണം വഴഞ്ഞ് കഴിയുമ്പം നമുക്ക് വെള്ളം മാറ്റിയിട്ട് നമ്മുടെ കപ്പളങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. നൈസായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം എടുക്കും. കാരണം നമ്മൾ വെള്ളമൊന്നും ചേർത്തല്ല ഇത് വേവിക്കുന്നത്. ഈ ചെറു തീയിൽ ചെറിയ എണ്ണയും ഒക്കെ ആയിട്ട് ആ മുളകും എല്ലാം കൂടെ ചേർന്ന് കിടന്ന് വേകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റൊക്കെ പോകും. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആയപ്പോൾ തുറന്നപ്പോൾ കാണുന്ന പാകാട്ടോ ഇത്. ഒന്നും ആയിട്ടില്ല. ഒരുപാട് നേരം കിടക്കേണ്ടി വരും. ഒരു 10-20 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. ആ മൂടിയിൽ വന്നിരിക്കുന്ന ആവിയുടെ വെള്ളമൊന്നും നമ്മൾ കളയണ്ട കേട്ടോ. അത് അങ്ങോട്ടേക്ക് തന്നെ ഒന്ന് കുടഞ്ഞിട്ടേക്ക് കേട്ടോ. വേറെ വെള്ളമൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ അതിൽ കിടന്ന് നന്നായിട്ട് വെന്തോട്ടെ. നമ്മുടെ ചുറ്റുനിന്ന് കിട്ടുന്ന സാധനമായതുകൊണ്ട് നമുക്ക് അധികം വിലയുണ്ടാവില്ല ഇതിന്. പക്ഷേ ഈ ഒരു ഐറ്റം മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ട് ഒരു ഫുഡ് കഴിക്കാം കേട്ടോ. ചോറിന് വേറൊരു കറിയും വേണ്ട. ഒരു തവണ ഞാൻ പറഞ്ഞതുപോലെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വഴഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് കൊടുക്കണം കേട്ടോ. ഏകദേശം ഒരു വേവായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ മൂടി വെക്കണ്ട. മൂടി തുറന്ന് തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇത് ഏകദേശം നമ്മുടെ പാകത്തിനായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം സ്വാദിഷ്ടമായ മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.